ഞാൻ ആദ്യമായിട്ടാണ് ആ നൈറ്റ് ബസ്സിൽ കയറുന്നത്. അതും അറിഞ്ഞുകൊണ്ട് കയറിയതല്ല. ഞാൻ ഈ ജീവിക്കുന്ന സ്ഥലത്ത് ഈ അർബൻ ലെജൻസിനൊക്കെ ഭയങ്കര മാർക്കറ്റിംഗാണ്. എനിക്ക് തോന്നുന്നത് എൻ്റെ സിറ്റി കാണാൻ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവിടുത്തെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയതെന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത്. ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഈ അർബൻ ലെജൻഡിൻ്റെ കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. ആരോ അനോണിമസ് ആയിട്ട് എഴുതി വിടുന്ന കഥകളൊക്കെ വായിച്ച് ഭയങ്കര എക്സൈറ്റഡ് ആയി ത്രില്ലിംഗ് ആയി നടക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഞങ്ങളുടെ ആ ഒരു ബോറിംഗ് സിറ്റിയിലെ ബോറിംഗ് ലൈഫിൽ ഇതൊരു ആശ്വാസമായിരുന്നു. ചെറുപ്പത്തിൽ ഇങ്ങനെ ഓരോ അർബൻ ലെജൻസ് കേൾക്കുന്നതിൻ്റെ പുറകെ പോയി ആ സ്ഥലങ്ങളിലെത്തി അവിടെ അന്വേഷിച്ച് നിരാശനായിട്ട് മടങ്ങി വരലായിരുന്നു എൻ്റെ പണി. പിന്നെ പിന്നെ എനിക്കിതിലൊന്നും വിശ്വാസമില്ലാണ്ടായി. ഇതൊക്കെ കുട്ടികളെ പറഞ്ഞ് പറ്റിക്കാനുള്ള കഥകൾ ഉണ്ടാക്കി വിടുന്നതാണെന്ന് ഞാൻ അങ്ങനെ വിശ്വസിച്ചു തുടങ്ങി. കുട്ടിക്കാലം മുതൽ ഞങ്ങൾ കേട്ട് വളർന്ന മറ്റൊരു മിത്തായിരുന്നു ദ ലാസ്റ്റ് ബസ്. മറ്റുള്ള സംഭവങ്ങളെ പോലെ ഇതും വെറും തള്ളാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ എനിക്ക് സത്യം അറിയാം. ഞാൻ ആദ്യമായി ആ നൈറ്റ് ബസ്സിൽ കയറുന്നത് എൻ്റെ ലൈഫിലെ വളരെ മോശമായ ഒരു സമയത്തായിരുന്നു. എനിക്ക് 21 വയസ്സ് തികഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ 2 വർഷത്തെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയ സമയമായിരുന്നു അത്. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ബ്രേക്കപ്പ് രണ്ടുപേരുടെയും നല്ലതിനായിരുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അന്ന് ഞാൻ കംപ്ലീറ്റ് തകർന്നു പോയിരുന്ന സമയമായിരുന്നു. ഒപ്പം ഭയങ്കര ദേഷ്യവും. എൻ്റെ ഫ്രണ്ട്സ് എന്നെ ഒന്ന് ചെയറപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അന്ന് രാത്രി ടൗണിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത്. നല്ല ഐഡിയ ആയിരുന്നു. പക്ഷേ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ല. ഞാൻ ഒരുപാട് കുടിച്ചു. ബിയറിൽ തുടങ്ങി അവസാനം നല്ല സ്ട്രോങ് ആയ ലിക്കർ ഷോട്ട്സ് വരെ എത്തി. ഞങ്ങൾ പോയ ക്ലബ്ബിൽ വെച്ച് ആരെങ്കിലും ഒന്ന് വളയ്ക്കാൻ ഞാൻ നാണം കെട്ട രീതിയിൽ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒന്നും നടന്നില്ല. അത് പോരായിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമായി ഞാൻ അവിടെ വെച്ച് വഴക്കായി. ഒടുവിൽ ക്ലബ്ബിലെ സെക്യൂരിറ്റി എന്നെ പിടിച്ച് പുറത്താക്കി. ആ ഒരു മദ്യത്തിൻ്റെ ലഹരിയിൽ ബോധമില്ലാതെ ഞാൻ ഒറ്റയ്ക്ക് ആ തെരുവിലൂടെ നടക്കാൻ തീരുമാനിച്ചു. അതൊരു ഭയങ്കര സ്റ്റുപ്പിഡ് ആയിട്ടുള്ള ഐഡിയ ആയിരുന്നു. ഞാൻ വേച്ച് ഒരു ബസ് ഷെൽട്ടറിലേക്ക് കയറി ചെന്നു. ആ ഒരു ലഹരി മൂത്ത അവസ്ഥയിൽ ഒഫീഷ്യൽ ബസ് സർവീസൊക്കെ നേരത്തെ കഴിഞ്ഞ കാര്യമൊന്നും എൻ്റെ തലയിൽ കയറുന്നുണ്ടായിരുന്നില്ല. ഇനി നേരം വെളുക്കാതെ അടുത്ത ബസ് വരില്ലെന്ന ബോധമൊന്നും എനിക്കുണ്ടായിരുന്നില്ല. അവിടുത്തെ ബെഞ്ചിൽ ഞാൻ കിടക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അപ്പോഴേക്കും ഞാൻ ബോധം കെട്ട് വീണ് കാണും. കുറേ മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ ഉണർന്ന് നോക്കുമ്പോൾ റോഡൊക്കെ കംപ്ലീറ്റ്ലി കാലിയായിരുന്നു. ഞാൻ അവിടെ ആകെ ഒറ്റയ്ക്കായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പെട്ടെന്നൊരു പഴയ ബസ് റോഡിലൂടെ എൻ്റെ നേരെ ഓടിച്ചു വരുന്നത് കണ്ടപ്പോൾ എൻ്റെ നെഞ്ച് പടപടാന്നിടിക്കാൻ തുടങ്ങി. അതിൻ്റെ എക്സോസ്റ്റ് പൈപ്പിൽ നിന്ന് കറുത്ത പുക വരുന്നുണ്ടായിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ശാന്തതയെ തകർത്തുകൊണ്ട് അതിൻ്റെ എൻജിൻ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. റോഡിലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ആ വണ്ടി പകുതി കാണായിരുന്നു. പക്ഷേ ആ ബസ് കടന്നു പോയപ്പോഴൊക്കെ അവിടുത്തെ ലൈറ്റുകൾ ഇങ്ങനെ മിന്നി മിന്നി കത്തുന്നത് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു പേടി തോന്നി. ആ വണ്ടി കണ്ടിട്ട് 1960കളിലൊക്കെ ഒരു പഴയ മോഡൽ പോലെ ഉണ്ടായിരുന്നു. ഏത് നിമിഷവും ബ്രേക്ക് ഡൗൺ ആയി പോകുമെന്ന് തോന്നിക്കുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് കിലുകിലാ ശബ്ദം ഉണ്ടായിക്കൊണ്ടാണ് ആ പഴയ ഇരുമ്പ് കട്ട വന്നിരുന്നത്. എന്നിട്ടും അത് നിർത്താതെ ആ വിജനായ റോഡിലൂടെ എൻ്റെ ഷെൽട്ടറിൻ്റെ അടുത്തേക്ക് വരായിരുന്നു. ഞാൻ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ആ ബസ്സിൻ്റെ സൈഡിൽ യാതൊരുവിധ ലോഗോയോ ഡിസൈനോ ഒന്നും വരച്ചിട്ടുണ്ടായിരുന്നില്ല. സ്ക്രീനിൻ്റെ മുകളിൽ ഡെസ്റ്റിനേഷൻ്റെ പേരും കാണിച്ചിട്ടില്ല. വണ്ടിയുടെ പുറം ഭാഗം ഫുള്ള് കറുത്ത പെയിൻ്റ് ആയിരുന്നു. വിൻഡോസൊക്കെ ടിൻറ്റഡ് ആയതുകൊണ്ട് അകത്ത് ആരാണ് അല്ലെങ്കിൽ എന്താണുള്ളതെന്ന് ഒട്ടും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ വായിച്ചു പഠിച്ച ആ ലാസ്റ്റ് ബസ് കഥയിലെ ഡീറ്റെയിൽസ് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ എൻ്റെ നട്ടലിലൂടെ ഒരു തണുപ്പ് അരിച്ചു കയറി. ഇപ്പോൾ എൻ്റെ കൺമുന്നിൽ കാണുന്ന വണ്ടി ആ കഥകളിൽ പറയുന്ന കോച്ചിൻ്റെ അതേ ഡിസ്ക്രിപ്ഷൻ ആയിരുന്നു. അതായത് വെളുപ്പിനെ ആരും ഇല്ലാത്ത വിജനായ തെരുവിൽ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന തളർന്നു പോയവർക്കും ആവശ്യമുള്ളവർക്കും ലിഫ്റ്റ് കൊടുക്കുന്ന ആ ഒരു ഫാൻറ്റം ബസ്. ആ നിമിഷം ഞാൻ ആകെ പാനിക്കായിപ്പോയി. ഞങ്ങൾ സ്വപ്നം കാണാനോ അതോ എനിക്ക് ഭ്രാന്ത് പിടിച്ചതാണോ എന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ കുട്ടിക്കാലം മുഴുവൻ ഞാൻ ഈ അർബൻ ലെജൻഡിൻ്റെ പുറകെ നടന്ന് കളഞ്ഞാണ്. പക്ഷേ ഇപ്പോൾ ആ സത്യം എൻ്റെ കൺമുന്നിൽ വന്ന് നിൽക്കുമ്പോൾ എല്ലാം ഇട്ടേച്ച് ഒറ്റ ഓട്ടം ഓടാനാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഞാൻ ഓടിയില്ല. പേടി കൊണ്ട് അവിടെ തന്നെ മരവിച്ച് പോയതാണോ അതോ എൻ്റെ ആകാംക്ഷ എന്നെ കീഴ്പ്പെടുത്തിയതാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും ഞാൻ അവിടെ തന്നെ ഉറച്ചു നിന്നു. ആ ബസ് എൻ്റെ അടുത്തേക്ക് വരുന്നത് വരെ കാത്തു. ആ കോച്ച് എൻ്റെ ഷെൽട്ടറിൻ്റെ വശത്തായിട്ട് വന്ന് നിന്നപ്പോൾ വിറയ്ക്കുന്ന കാലുകളോടെ ഞാൻ എഴുന്നേറ്റ് നിന്നു. ഞാൻ അതുവരെ അത്രയും മദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നിട്ടും പെട്ടെന്ന് എനിക്ക് കംപ്ലീറ്റ്ലി ബോധം തിരിച്ചു കിട്ടിയതുപോലെ തോന്നി. വണ്ടി പാർക്ക് ചെയ്യാനും ആ പഴയ വാതിൽ കിലുകിലാ ശബ്ദത്തോടെ തുറക്കാനും ഭയങ്കര സമയമെടുത്തു. ആ വാതിൽ തുറന്നപ്പോൾ ഞാൻ കണ്ടത് വൃത്തിയുള്ള ഒരു നീല യൂണിഫോം ഒക്കെ ഇട്ട് മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ലി മനുഷ്യനെയാണ്. അയാൾ ആ വണ്ടിയുടെ ഡ്രൈവേഴ്സ് സീറ്റിൽ ഇരിക്കുകയായിരുന്നു. അയാൾ എന്നെ നോക്കി ചിരിച്ചു.
ഭയങ്കര വെൽക്കമിങ് ആയിട്ട് ആളുടെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു. എന്നിട്ട് അയാൾ ഭയങ്കര സോഫ്റ്റായ ഒരു അച്ഛൻ്റെ ഒക്കെ പോലെയുള്ള ശബ്ദത്തിൽ സംസാരിക്കാൻ തുടങ്ങി. വണ്ടിയിൽ കയറുന്നു. ഈ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഡ്രൈവറെ കുറിച്ച് ഞാൻ മുമ്പും കേട്ടിട്ടുണ്ടായിരുന്നു. എങ്കിലും അയാളുടെ ആ അപ്പിയറൻസ്, പെരുമാറ്റമൊക്കെ എന്നെ ആകെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. മറുപടി പറയാൻ വാക്കുകൾ കിട്ടാതെ ഞാൻ ഭയങ്കരമായിട്ട് വിറച്ചുപോയി. എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഞാൻ പേടിയോടെ ചോദിച്ചു. വീട്ടിലേക്ക്. ഡ്രൈവർ ഒരു ആശ്വാസം തരുന്ന ചിരിയോടെ മറുപടി പറഞ്ഞു. ഞാൻ തന്നെ വീട്ടിലെത്തിക്കും ഫൈനലി. പക്ഷേ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ എത്തുന്ന സ്ഥലത്തെക്കുറിച്ചല്ല, ആ യാത്രയെക്കുറിച്ചാണ്. ചിലപ്പോൾ ഒക്കെ നമ്മളൊരു എടുത്തുചാട്ടത്തിന് തയ്യാറാവേണ്ടി വരും. അപ്പോൾ എന്താ പറയുന്നത്, നീ ഞങ്ങളുടെ കൂടെ വരുന്നു? ആ ഒരു നിമിഷം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. സത്യത്തിൽ ഞാൻ മരിച്ച് ജീവിക്കുകയായിരുന്നു. ഇപ്പോൾ ഞാൻ എടുക്കുന്ന ഈ ഡിസിഷൻ എൻ്റെ ബാക്കി ലൈഫിനെ തന്നെ മാറ്റാൻ പോകുന്ന ഒന്നാണ്. ഞാൻ വണ്ടിയിൽ കയറിയ എന്നെ കാത്തിരിക്കുന്നത് എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. എങ്കിലും എനിക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടായിരുന്നു അത് ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒന്നാണെന്ന്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ നിന്ന് തിരിഞ്ഞു നടന്നാൽ എനിക്ക് ഒരിക്കലും ആ സത്യം കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒരു ദീർഘശ്വാസം എടുത്ത് എൻ്റെ ധൈര്യം എല്ലാം സംഭരിച്ച് ആ ബസ്സിലേക്ക് കയറി. വാതിൽ എനിക്ക് പുറകിൽ ഭദ്രമായി അടഞ്ഞപ്പോൾ ആ ഡ്രൈവർ പുഞ്ചിരിക്കുന്നത് ഞാൻ കണ്ടു. പക്ഷേ ഞാൻ ആ ഡ്രൈവറെ അടുത്ത് കണ്ടപ്പോൾ അയാളിൽ എന്തോ ഒരു ദുഷ്ടത്തരം എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഡിസിഷൻ ഓർത്ത് റിഗ്രറ്റ് അടിക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോഴേക്കും ഭയങ്കര ലേറ്റായി പോയിരുന്നു. ഞാൻ ആദ്യമായിട്ട് ആ നൈറ്റ് ബസ് കയറിയത് അങ്ങനെയായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഞാൻ ആകെ 3 തവണ അതിൽ കയറിയിട്ടുണ്ട്. ഓരോ തവണയും എൻ്റെ ഈ കഥ പറയാൻ വേണ്ടി ഞാൻ ജീവനോടെ തിരിച്ചെത്തുകയും ചെയ്തു. ഈ ഫാൻറ്റം ബസ് കണ്ടുപിടിക്കുകയോ അതിൽ കയറുകയോ ചെയ്യുക എന്ന് പറയുന്നത് നീ വിചാരിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് ഫോളോ ചെയ്യാൻ പറ്റിയ റൂളുകളോ കൃത്യമായ സമയമോ സ്ഥലമോ ഒന്നുമില്ല. ഇത് വെറും ഭാഗ്യം കൊണ്ടാണോ അതോ ആ ബസ് തന്നെ അതിന് വേണ്ട പാസഞ്ചേഴ്സിനെ തിരഞ്ഞെടുക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും എൻ്റെ സ്വന്തം എക്സ്പീരിയൻസും ഈ യാത്ര ചെയ്തിട്ടുള്ള മറ്റു ചിലരുടെ അനുഭവങ്ങളും വെച്ച് ഇതിലൊക്കെയുള്ള ചില കോമൺ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ കഥകൾ പറയാനും വിവരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനായി ഞങ്ങൾക്കൊരു ഓൺലൈൻ ഫോറം തന്നെയുണ്ട്. നീ നിന്റെ ബുദ്ധി കൃത്യമായി ഉപയോഗിച്ചില്ലെങ്കിൽ ഈ നൈറ്റ് ബസ് യാത്ര നിന്റെ ജീവൻ എടുക്കാൻ വരെ സാധ്യതയുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞാൻ ഉണ്ടാക്കിയെടുത്ത ഈ അറിവ് ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നോട് ഷെയർ ചെയ്യാണ്. നീ ഒരിക്കൽ ആ ബസ്സിലേക്ക് കയറിക്കഴിഞ്ഞാൽ വണ്ടിയുടെ ഉൾഭാഗത്ത് പുറകിലേക്ക് നീണ്ടു കിടക്കുന്ന കട്ടിയുള്ള ബാക്ക് റെസ്റ്റ് ഉള്ള സീറ്റുകളുടെ നിരകൾ കാണാം. ആദ്യ നോട്ടത്തിൽ ഇതിൽ പ്രത്യേകിച്ച് വിചിത്രമായൊന്നും തോന്നില്ല. അവിടെ വേറെയും പാസഞ്ചേഴ്സിനെ നിനക്ക് കാണാൻ പറ്റും. പക്ഷെ ആ സമയത്ത് നീ അവരോടൊട്ടും സംസാരിക്കാൻ നിൽക്കരുത്. അവരുടെ കണ്ണുകളിലേക്ക് നോക്കുക പോലും ചെയ്യരുത്. ബസ്സിൻ്റെ ഫ്രണ്ട് സൈഡിലുള്ള ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ ബെഞ്ചിൽ പോയിരിക്കണം. അതെവിടെയാണെന്നുള്ളത് വലിയ പ്രശ്നമല്ല. അവരവരുടെ സമയമാകുമ്പോൾ നിൻ്റെ അടുത്തേക്ക് വന്നോളൂ. ഈ യാത്ര മണിക്കൂറുകളോളം നീണ്ടു നിൽക്കും. അല്ലെങ്കിൽ നീ ആ വണ്ടിയിൽ ഇരിക്കുമ്പോൾ നിനക്കങ്ങനെ ഫീൽ ചെയ്യും. നിനക്കുള്ളിലിരുന്ന് വിൻഡോയിലൂടെ പുറത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. തുടക്കത്തിൽ സിറ്റി സെൻറ്ററിലെ റോഡുകളും ബിൽഡിങ്ങുകളും കടകളൊക്കെ നിനക്ക് പരിചയമുള്ള സ്ഥലങ്ങൾ തന്നെയാണ് കാണാം. എങ്കിലും ആ കാഴ്ചകളിൽ എന്തോ ഒരു പന്തികേട് നിനക്ക് ഫീൽ ചെയ്യും. ആ സ്ട്രീറ്റൊക്കെ കംപ്ലീറ്റ്ലി കാലിയായിരിക്കും. ഒരു വണ്ടിയോ മനുഷ്യരോ ഒന്നും അവിടെ കാണില്ല. റോഡിൽ ഒരിടത്തും ഒരു കട പോലും തുറന്നിട്ടുണ്ടാവില്ല. എവിടെ നിന്നും ഒരു വെളിച്ചവും വരുന്നുണ്ടാവില്ല. പക്ഷേ നീ സിറ്റി സെൻറ്ററിൽ നിന്നും എത്രത്തോളം ദൂരേക്ക് പോകുന്നു അത്രത്തോളം വിയേർഡായിട്ടുള്ള കാഴ്ചകളായിരിക്കും നിന്നെ കാത്തിരിക്കുന്നത്. വൈകാതെ തന്നെ ആ വൃത്തിയുള്ള റോഡുകളും നല്ല ബിൽഡിങ്ങുകളൊക്കെ മാറി എല്ലാം തകർന്ന് തരിപ്പണായ ഒരു അവസ്ഥയിലാവും. കാലം മറന്നുപോയ ഏതൊക്കെയോ ഒരു നഷ്ടപ്പെട്ട നഗരത്തിൻ്റെ അവശിഷ്ടങ്ങളും തകർന്ന സ്ട്രക്ചറുകളൊക്കെ ആയിരിക്കും പിന്നെ കാണുക. ഫൈനലി ആ ബസ് സിറ്റിയൊക്കെ പിന്നിട്ട് ഭയങ്കര കൊടും കാട്ടിലേക്ക് പ്രവേശിക്കും. ആ ഇടുങ്ങിയ റോഡൊക്കെ ഇരുട്ടിൽ മൂടിയിരിക്കുകയായിരിക്കും. വണ്ടിയുടെ ബ്രൈറ്റായ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചം മാത്രമായിരിക്കും ആകെയുള്ള ആശ്രയം. നീ റോഡിൻ്റെ 2 വശത്തും കാട്ടിലേക്കൊന്ന് നോക്കിയാൽ മരങ്ങൾക്കിടയിൽ ചില നിഴലുകൾ ചലിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ബസ് സ്പീഡിൽ പോകുമ്പോൾ ഒരു സെക്കൻഡ് ചെറിയൊരു ഭാഗത്തേക്ക് മാത്രമായിരിക്കും നീ ഈ പേടിപ്പെടുത്തുന്ന ജീവികളെ കാണുക. അപ്പോഴേക്കും അവർ അപ്രത്യക്ഷമാവും. ജേർണിയുടെ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴേക്കും നീ ഇപ്പോൾ ജീവനുള്ളവരുടെ ലോകത്തല്ല ഉള്ളതെന്ന് നിനക്ക് കംപ്ലീറ്റ്ലി ക്ലിയർ ആവും. ഈ ബസ് നിന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോവുക എന്ന് എനിക്കറിയില്ല. എങ്കിലും ഒരു കാര്യം ഞാൻ പറയാം. ജനലിലൂടെ പുറത്തേക്ക് ഒരുപാട് സമയം നോക്കി നിൽക്കുന്നത് അത്ര നല്ലതല്ല. പുറത്തൊളിച്ചിരിക്കുന്ന ആ സാധനങ്ങൾക്ക് നിന്നെ ഭ്രാന്ത് പിടിപ്പിക്കാൻ വരെയുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് തന്നെ നിന്റെ ശ്രദ്ധ മുഴുവൻ ബസ്സിൻ്റെ അകത്തുള്ളവരിലേക്കായിരിക്കണം. കാരണം നിനക്ക് തൊട്ടു മുന്നിലുള്ള ഏറ്റവും വലിയ ഭീഷണി അവരാ.
ഞാനും എൻ്റെ ഓൺലൈൻ ഫോറത്തിലെ ഫ്രണ്ട്സും കൂടി ഈ പാസഞ്ചേഴ്സിനെ വിളിക്കുന്നത് ലോസ്റ്റ് സോൾസ് എന്നാണ്. അവർ ജീവനുള്ളവരുടെ ലോകത്തിൻ്റെ ഭാഗമല്ലെന്ന് ഉറപ്പാണ്. അവരിൽ എന്തോ ഒന്നിൻ്റെ കുറവുണ്ട്. അവരുടെ ഉള്ളിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഏതോ ഒരു പീസ് മിസ്സിങ്ങാണ്. നീ അവരോട് സംസാരിക്കുമ്പോൾ നീ ആഗ്രഹിച്ചാലില്ലെങ്കിലും അവർ നിൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കും. അവരുടെ ജീവനില്ലാത്ത വെറും ശൂന്യമായ കണ്ണുകളിലെ സങ്കടം നിനക്ക് കാണാൻ പറ്റും. അവർക്ക് നിന്നിലേക്ക് ഒട്ടിപ്പിടിക്കാൻ ഭയങ്കര ആഗ്രഹമായിരിക്കും. കാരണം അവർക്ക് വേണ്ട ഒരു കാര്യം നിൻ്റെ കയ്യിലുണ്ട്, അതാണ് ജീവൻ. അതുകൊണ്ടാണ് നീ ആ റൂളുകൾ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നത്. നീ എന്ത് ചെയ്താലും അവരെ നിൻ്റെ തലയ്ക്കുള്ളിലേക്ക് കയറാൻ അനുവദിക്കരുത്. നീ ഈ ബസ്സിൽ കയറി കഴിഞ്ഞാൽ നിനക്ക് കാണാൻ സാധ്യതയുള്ള 6 തരം എൻറ്റിറ്റീസ് ഉണ്ട്. അവർക്കെല്ലാം അവരുടേതായ പ്രത്യേക ട്രെയ്റ്റ്സും നിനക്കെതിരെ ഉപയോഗിക്കാൻ നോക്കുന്ന ചില ട്രിക്സും ഉണ്ട്. ഞങ്ങളുടെ ഫോറം മെമ്പേഴ്സിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ഈ 6 വിചിത്ര ജീവികളുടെയും ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത് ദി ഡ്രൈവർ. അയാളുടെ ലുക്കിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ. ഡ്രൈവറുടെ ഫസ്റ്റ് ജോലി എന്ന് പറയുന്നത് നിന്നെ വണ്ടിക്കുള്ളിൽ കയറ്റുക എന്നതാണ്. അതുകൊണ്ടാണ് അയാൾ ഭയങ്കര ഫ്രണ്ട്ലിയും വെൽക്കമിങ് ആയ രീതിയിൽ പെരുമാറുന്നത്. എങ്കിലും ഒരിക്കൽ വാതിൽ അടയുകയും ബസ് മൂവ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്ത ആ ഡ്രൈവറുടെ പുഞ്ചിരി ചെറുതായിട്ടൊന്ന് മങ്ങുന്നത് കാണാം. അയാൾ നിന്നിലുള്ള ഐ കോണ്ടാക്റ്റ് മാറ്റി റോഡിലേക്ക് മാത്രം ശ്രദ്ധിക്കാൻ തുടങ്ങും. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഡ്രൈവർ ഒരു പാവം കഥാപാത്രമാണ്. യാത്രക്കിടയിൽ നീ മറ്റു പ്രേതങ്ങളുടെ കയ്യിൽ പോയി പെടാതിരുന്ന അയാൾ നിന്നെ ഫൈനലി സുരക്ഷിതമായി വീട്ടിലെത്തിക്കുക തന്നെ ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ യാത്ര മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്നതായി നിങ്ങൾക്ക് തോന്നും. പക്ഷേ അയാൾ നിന്നെ നമ്മുടെ ഈ ലോകത്തുള്ള നിന്റെ സ്വന്തം വീടിൻ്റെ മുന്നിലെ റോഡിൽ കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ ഒരു സെക്കൻഡ് പോലും സമയം കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഡ്രൈവർ കഴിഞ്ഞ ആ ബസ്സിൽ നീ ആദ്യം ശ്രദ്ധിക്കാൻ സാധ്യതയുള്ള പാസഞ്ചർ ദി പാർട്ടി ഗേൾ ആണ്. 20 to 25 വയസ്സ് പ്രായം തോന്നിക്കുന്ന കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ. അവളുടെ ലുക്ക് ഓരോ തവണയും മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ അവളുടെ മുടി കറുപ്പായിരിക്കും, മറ്റു ചിലപ്പോൾ നല്ല ഗോൾഡൻ ബ്ലോണ്ട് ആയിരിക്കും. അതുപോലെ തന്നെ അവൾ കാണുന്ന ആളുകളുടെ നോട്ടം പോലെ അവളുടെ സ്കിൻ ടോണ് ചിലപ്പോൾ വെളുത്തതോ അല്ലെങ്കിൽ കറുത്തതോ ഒക്കെ ആയിട്ടിരിക്കാം. പക്ഷെ എപ്പോഴും ഒരേപോലെ ഇരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവളുടെ മേക്കപ്പും ഡ്രസ്സിങ്ങും. നല്ലൊരു കോക്ടെയിൽ ഡ്രസ്സും ഹൈ ഹീൽസും ധരിച്ച് ഒരു ഡിസൈനർ ഹാൻഡ് ബാഗും തൂക്കിയായിരിക്കും അവൾ ഇരിക്കുക. അവളുടെ പെർഫ്യൂമിൻ്റെ മണം ഭയങ്കര സ്വീറ്റും അട്രാക്റ്റീവും ആയിരിക്കും. എങ്കിലും അവളുടെ ശ്വാസത്തിൽ ചെറുതായിട്ടൊരു മദ്യത്തിൻ്റെ മണവും നിനക്ക് കിട്ടും. അവളുടെ മസ്കാരയൊക്കെ ഒലിച്ചിറങ്ങിയിരിക്കുന്നത് നിനക്ക് കാണാം. അത് അവൾ കുറേ കരഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണ്. എങ്കിലും വികാരങ്ങൾ തുടിക്കുന്ന അവളുടെ ആഴമേറിയ കണ്ണുകളിൽ നിന്നെ ആകർഷിക്കുന്ന എന്തോ ഒന്നുണ്ടാവും. നിന്റെ ഇമോഷൻസിനെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ഒരു ആന്തരിക ഭംഗിയും ഒരു പാവം ലുക്കും അവൾക്കുണ്ടാവും. ഇവിടെ ഒരു കാര്യം പ്രത്യേകം പറയണം. നിന്റെ ജെൻഡറോ നിന്റെ നോർമൽ സെക്ഷൽ പ്രിഫറൻസ് എന്താണെങ്കിലും ശരി, നീ ആ പെൺകുട്ടിയിലേക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യപ്പെടും. നിനക്ക് അവളിൽ നിന്ന് കണ്ണെടുക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അവളുടെ തൊട്ടടുത്തുള്ള സീറ്റിൽ പോയിരിക്കാൻ നിന്റെ മനസ്സ് നിന്നെ നിർബന്ധിക്കും. ജേർണിയുടെ തുടക്കത്തിൽ ഈ പാർട്ടികൾ നിന്നോട് സംസാരിക്കാൻ തുടങ്ങും. ബസ്സിൻ്റെ ജനലിന് പുറത്തുള്ള ആ വിയേർഡ് കാഴ്ചകളിൽ നിന്ന് നിന്റെ ശ്രദ്ധ തിരിക്കാൻ അവൾക്ക് കഴിയും. ആദ്യമൊക്കെ അവൾ ഭയങ്കര ഫ്ലേർട്ടേഷ്യസ് ആയും ഫണ്ണായും സംസാരിക്കും. നിന്നെക്കുറിച്ച് ചോദിക്കുകയും അവളുടെ ആ നൈറ്റ് ഔട്ട്സിനെ കുറിച്ചൊക്കെ പറയുകയും ചെയ്യും. പക്ഷെ വൈകാതെ തന്നെ ആ സംസാരത്തിൻ്റെ ടോൺ ഭയങ്കര ഡാർക്കായി മാറും. ആ പെൺകുട്ടി അവളുടെ പാസ്റ്റിലെ ഭയങ്കര ട്രാജിക്കായ ചില കഥകൾ നിന്നോട് പറയും. കുട്ടിക്കാലത്ത് നേരിട്ട പീഡനങ്ങൾ, അല്ലെങ്കിൽ ക്രൂരനായ ഒരു എക്സ് പാർട്ട്ണർ, അതും അല്ലെങ്കിൽ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരുടെയെങ്കിലും മരണം. ഈ കഥ ഓരോ തവണയും മാറുമെങ്കിലും അതിലൊക്കെ ഭയങ്കരമായ സങ്കടവും വേദനയും നിറഞ്ഞു നിൽക്കും. നീ അത്ര വലിയ ഇമോഷണലായ ആളല്ലെങ്കിൽ പോലും നിന്റെ മനസ്സ് അവൾക്കായി ഉരുകും. അവളുടെ സങ്കടക്കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞ ശേഷം ആ പെൺകുട്ടി അവളൊന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി അവളുടെ കൂടെ വീട്ടിലേക്ക് വരാൻ നിന്നോട് ആവശ്യപ്പെടും. നിനക്ക് പോകാൻ ഭയങ്കരമായി തോന്നും. പക്ഷെ നീ ഒരു കാരണവശാലും അവളുടെ കൂടെ പോകാൻ സമ്മതിക്കരുത്. അവൾ യഥാർത്ഥത്തിൽ എന്താണെന്നും അവൾക്ക് നിന്നിൽ നിന്ന് എന്താണ് വേണ്ടതെന്നും നീ ആ നിമിഷം കൃത്യമായിട്ട് ഓർക്കണം. എൻ്റെ ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ, അവൾക്ക് അനാവശ്യമായ വിഷമം ഉണ്ടാക്കാത്ത രീതിയിൽ ഭയങ്കര പൊളൈറ്റായിട്ട് ആ ഓഫർ അങ്ങ് റിജക്റ്റ് ചെയ്യുക. ഈ പാർട്ടികൾ ഒരു ലോസ്റ്റ് സോൾ ആയിരിക്കാം, എങ്കിലും കേട്ടറിവ് വെച്ച് അവൾക്ക് എപ്പോഴും മനുഷ്യരുടെ വികാരങ്ങൾ ഫീൽ ചെയ്യാൻ പറ്റും. നീ നോ പറയുമ്പോൾ അവൾക്ക് ദേഷ്യമൊന്നും വരില്ല. പകരം അവൾ മുഖം കൈകളിൽ ഒളിപ്പിച്ച് ചെറുതായിട്ട് വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങും.
നിനക്ക് ഭയങ്കര ഗിൽറ്റി ആയിട്ട് തോന്നും. എങ്കിലും നീ അവിടെ തന്നെ നിൽക്കാതെ സീറ്റ് മാറി വേറെ എവിടെയെങ്കിലും പോയിരിക്കണം. ആ പാവം പെൺകുട്ടിയെ അവളുടെ വിഷമത്തിലേക്ക് തന്നെ വിട്ടേക്കുക. അടുത്തതായി നീ കാണാൻ പോകുന്ന പാസഞ്ചർ ഇരിക്കുന്നത് ഈ പാർട്ടി ഗേളിൻ്റെ സീറ്റിന് കുറച്ച് പുറകിലാണ്. ഞങ്ങളുടെ ഫോറത്തിൽ ഞങ്ങൾ അയാളെ ദി പെൻഷനർ അല്ലെങ്കിൽ OAP എന്നാണ് വിളിക്കുന്നത്. അതൊരു പ്രായമായ അമ്മച്ചിയാണ്. ഒരു 80 വയസ്സൊക്കെ പ്രായം കാണും. വെളുത്ത് ചുരുണ്ട മുടിയും ഒരു ഷോളും നല്ല കട്ടിയുള്ള വിൻ്റർ കോട്ടൊക്കെയാണ് വേഷം. ആളുടെ സീറ്റിൻ്റെ അടിയിലായിട്ട് ടയറുള്ള ഒരു ഷോപ്പിംഗ് കാർട്ട് വെച്ചിട്ടുണ്ടാവും. മുഖമൊക്കെ നല്ല പോലെ ചുളുങ്ങിയിട്ടുണ്ടാവും. ആളിട്ടേക്കുന്ന പെർഫ്യൂമിൻ്റെ മണം അസഹനീയമായിരിക്കും. എങ്കിലും ആ അമ്മച്ചിയുടെ കണ്ണുകളിൽ ഒരു പ്രത്യേക കാരുണ്യവും ഒരു നല്ല അമ്മച്ചിമാരുണ്ടാക്കുന്ന ഒരു ചിരിയും ഉണ്ടാവും. നിന്റെ സ്വന്തം അമ്മാമ്മയെ പോലെയോ അല്ലെങ്കിൽ പ്രായമായ ഏതെങ്കിലും ബന്ധുവിനെ പോലെയൊക്കെ നിനക്ക് ആളെ കാണുമ്പോൾ തോന്നും. അതുകൊണ്ട് തന്നെ ആളോട് നിനക്കൊരു പ്രത്യേക സ്നേഹം തോന്നും. വെളുപ്പിനെ ഈ സമയത്ത് ഒരു നൈറ്റ് ബസ്സിൽ ഇങ്ങനത്തെ പ്രായമുള്ള ഒരു അമ്മച്ചിയെ കാണുക എന്ന് പറയുന്നത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. എങ്കിലും ആളും അവിടെയുണ്ട്. ഒരിക്കലും അവസാനിക്കാത്ത ഒരു യാത്രയിൽ കുടുങ്ങിപ്പോയ മറ്റൊരു ലോസ്റ്റ് സോൾ. ആ അമ്മച്ചി നിന്നോട് ഭയങ്കര സ്നേഹത്തോടെയും മാന്യമായും സംസാരിക്കാൻ തുടങ്ങും. നിൻ്റെ ലൈഫിനെക്കുറിച്ച് ഫാമിലിയെക്കുറിച്ചൊക്കെ ചോദിച്ചറിയും. ഒപ്പം ആളുടെ അത്രയും നീണ്ടതും ഇൻട്രസ്റ്റിംഗ് ആയതുമായ ജീവിതത്തിലെ ചില കഥകൾ പറഞ്ഞ് നിന്നെ എൻഗേജ് ചെയ്യിക്കും. ആളോട് സംസാരിക്കുമ്പോൾ നിനക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നും. പക്ഷേ ആൾ യഥാർത്ഥത്തിൽ ആരാണെന്ന കാര്യം നീ മറക്കരുത്. സംസാരത്തിൻ്റെ അവസാനം ആ അമ്മച്ചി ആളുടെ കൂടെ വീട്ടിലേക്ക് വരാനും ആ ഷോപ്പിംഗ് ബാഗൊക്കെ ഒന്ന് എടുത്തു കൊടുക്കാൻ സഹായിക്കാനും നിന്നോട് ആവശ്യപ്പെടും. അതല്ലെങ്കിൽ ആള് നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി തരാമെന്ന് പറയും. നിൻ്റെ ഫേവറേറ്റ് ഫുഡ് അല്ലെങ്കിൽ സ്നാക്ക് എന്താണോ, നിൻ്റെ മനസ്സിൽ നിന്ന് എന്താണെന്ന് ആൾ മനസ്സിലാക്കിയെടുക്കും. എന്നിട്ട് അന്ന് രാത്രി ആളുടെ കൂടെ അവിടെ തങ്ങാനും പറയും. എവിടെയും നിനക്ക് പോകാൻ തോന്നും, പക്ഷേ നീ നോ എന്ന് തന്നെ പറയണം. ഈ ഒരു എൻറ്റിറ്റിയുടെ കാര്യത്തിൽ നീ എത്ര പൊളൈറ്റായിട്ട് റിജക്റ്റ് ചെയ്താലും അതൊരു കാര്യമേ അല്ല. നീ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും ശരി, ആൾ ഭയങ്കരമായി ദേഷ്യപ്പെടും. ആളുടെ മുഖമൊക്കെ ദേഷ്യം കൊണ്ട് വികൃതാവും. എന്നിട്ട് ഈ ഭൂമിയിലുള്ള സകല തെറികളും ആൾ നിന്നെ വിളിച്ചു കൂവാൻ തുടങ്ങും. കാണാൻ ഇത്രയും പാവം തോന്നുന്ന ഒരു വൃദ്ധയിൽ നിന്ന് നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നായിരിക്കും അത്. പക്ഷേ അതാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത്. ആൾ അങ്ങനെ ദേഷ്യപ്പെട്ട് ചീത്ത വിളിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നീ നിൻ്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ബസ്സിൻ്റെ കുറച്ചും കൂടി പുറകിലേക്ക് മാറിയിരിക്കണം. ബാക്കി യാത്രയിലുടനീളം ആളോട് പിന്നെ മിണ്ടാൻ പോകാതിരിക്കുന്നതാണ് ബുദ്ധി. അടുത്തതായി നീ കാണാൻ പോകുന്ന പാസഞ്ചർ ദി ഡ്രങ്കേർഡ് എന്ന് വിളിക്കുന്ന ഒരു വൃത്തിയായിട്ട കോലത്തിലുള്ള മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അയാൾ ബസ്സിൻ്റെ ഏകദേശം ബാക്ക് സീറ്റിനോടടുത്തായിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക. ലേറ്റ് നൈറ്റ് ബസ്സുകളിലൊക്കെ നമ്മൾ സാധാരണ കാണാൻ പ്രതീക്ഷിക്കുന്ന ടൈപ്പ് ഒരു ക്യാരക്ടർ. അവൻ്റെ അടുത്ത് അധികം അടുത്തിരിക്കാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം അവൻ്റെ അടുത്ത് നിന്ന് ഭയങ്കര ബാഡ് സ്മെല്ലായിരിക്കും. ശ്വാസത്തിലുടനീളം മദ്യത്തിൻ്റെയും സിഗരറ്റിൻ്റെയും ഒക്കെ നാറ്റം വമിക്കുന്നുണ്ടാവും. അവൻ്റെ പഴയ വസ്ത്രങ്ങളൊക്കെ കംപ്ലീറ്റ്ലി അഴുക്ക് പിടിച്ച് കീറി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഒപ്പം ഒട്ടും ട്രിം ചെയ്യാത്ത അവൻ്റെ താടിയൊക്കെ ചട പിടിച്ച രീതിയിലായിരിക്കും. നിനക്ക് അവനോട് സംസാരിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. എങ്കിലും ആ കുടിയൻ നിന്നോട് തനിയെ ഒന്ന് സംസാരിക്കാൻ തുടങ്ങും. നിന്റെ യുക്തി നിരക്കാത്തതാണെങ്കിലും നീ അറിയാതെ തന്നെ സംസാരത്തിലേക്ക് വീണു പോകും. പക്ഷെ സംസാരിച്ചു വരുമ്പോൾ ആ കുടിയൻ വിചാരിച്ചതിലും ഭയങ്കര ഇൻ്റലിജൻറ്റും കാര്യവിവരമുള്ളവനാണെന്ന് നിനക്ക് മനസ്സിലാവും. മതം, ഫിലോസഫി, സയൻറ്റിഫിക് തിയറി പോലുള്ള വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് അവൻ നിന്നെ പഠിപ്പിക്കാൻ നോക്കും. അവൻ നിന്നോടൊരു ഗുണപാഠ കഥ പറയും. പക്ഷേ അതിനൊരു ഡാർക്ക് ട്വിസ്റ്റ് ഉണ്ടായിരിക്കും. ഞാൻ ആദ്യമായിട്ട് ഈ കുടിയനെ കണ്ടപ്പോൾ അവൻ എനിക്ക് പറഞ്ഞു തന്നത് ഒരു തവളയുടെയും തേളിൻ്റെയും കഥയായിരുന്നു. ദി ഫ്രോഗ് ആൻഡ് ദി സ്കോർപ്പിയൻ. ജീവിതത്തിൻ്റെ ക്രൂരവും വിനാശകരവുമായ സ്വഭാവത്തെ കാണിച്ചു തരുന്ന ഒരു കഥയായിരുന്നു അത്. അതിനുശേഷം അവൻ അവൻ്റെ ജാക്കറ്റിൻ്റെ ഉള്ളിലെ പോക്കറ്റിൽ നിന്ന് ഒരു സിൽവർ ഹിപ്പ് ഫ്ലാസ്ക് പുറത്തേക്ക് എടുത്തിട്ട് നിനക്ക് കുടിക്കാൻ ഓഫർ ചെയ്യും. നിന്റെ മദ്യപാന ശീലങ്ങൾ എന്താണെങ്കിലും ശരി, അതൊരു സിപ്പ് എടുത്ത് നോക്കാൻ നിനക്ക് ഭയങ്കരമായിട്ട് തോന്നും. ആ ഡ്രിങ്കിന് ഭയങ്കര സ്വീറ്റും ആകർഷിക്കുന്നതായ ഒരു മണമായിരിക്കും. പക്ഷെ തീർച്ചയായും നീ അത് റെഫ്യൂസ് ചെയ്യണം. നീ അത് വേണ്ടെന്ന് പറയുമ്പോൾ ആ കുടിയൻ നിന്നെ ഭയങ്കര ദേഷ്യത്തോടെ നോക്കും. എന്നിട്ട് തലയാട്ടിക്കൊണ്ട് പറയും, നീ ഒരു ഒന്നാം തരം മണ്ടനാണ്, നിനക്കൊരു വിവരമില്ല, നീ എന്തിൻ്റെ മുന്നിലാണ് വന്ന് നിൽക്കുന്നതെന്ന് നിനക്കൊരു ഐഡിയ ഇല്ല. ഇതാണ് നിനക്ക് അവിടെ നിന്ന് മാറാനുള്ളൊരു സൂചന. ഇപ്പോൾ നിനക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഈ ആദ്യത്തെ 3 പാസഞ്ചേഴ്സും അവരുടെ കയ്യിലെ സൂപ്പർ നാച്ചുറൽ പവറുകളും. ഈ ആദ്യത്തെ 3 പാസഞ്ചേഴ്സും അവരുടെ കയ്യിലുള്ള സൂപ്പർ നാച്ചുറൽ പവറുകളും അട്രാക്ഷൻസും ഒക്കെ ഉപയോഗിച്ച് നിന്നെ അവരുടെ കൂടെ കൂട്ടാനാണ് നോക്കുന്നത്. നിന്നെ എങ്ങനെയെങ്കിലും പറ്റിച്ച് ആ ബസ്സിൽ നിന്ന് ഇറക്കുക എന്നത് മാത്രമല്ല അവരുടെ അൾട്ടിമേറ്റ് ഗോൾ. പ്രത്യേകം പറയണ്ടല്ലോ, നീ ഒരു കാരണവശാലും ബസ്സിൽ നിന്ന് ഇറങ്ങരുത്.
നിനക്ക് ജീവനോടെ വീട്ടിലെത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ ഈ ട്രാപ്പിൽ പോയി വീഴുന്നവർക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. ഞങ്ങളുടെ ഫോറത്തിലെ ചില മെമ്പേഴ്സൊക്കെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടയിൽ ഒരു തെളിവില്ലാതെ അപ്രത്യക്ഷമായിട്ടുണ്ട്. എന്നാൽ 4ാമത്തെ പാസഞ്ചർ ഇവരിൽ നിന്നൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അവൻ ബസ്സിൻ്റെ ഏറ്റവും ബാക്ക് റോയിലിരുന്ന് 80s സ്റ്റൈലിലൊക്കെയുള്ള ഒരു വാക്ക്മാൻ കണക്ട് ചെയ്ത ഹെഡ്ഫോൺസ് ഒക്കെ വെച്ചിരിക്കുന്ന ഒരു യങ് ബോയ് ആണ്. ഞങ്ങൾ അവനെ ഹെഡ്ഫോൺസ് ഗായ് എന്നാണ് വിളിക്കുന്നത്. അവൻ എപ്പോഴും പാട്ട് കേട്ടുകൊണ്ട് കണ്ണുകളൊക്കെ പൂട്ടി ആ പാട്ടിൻ്റെ ബീറ്റിനനുസരിച്ച് കാലിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുക. ഈ ഹെഡ്ഫോൺസ് ഗായ് നിന്നോട് സംസാരിക്കാൻ വരികയോ അല്ലെങ്കിൽ നീ അവിടെയുള്ള കാര്യം പോലും മൈൻഡ് ചെയ്യേയില്ല. അതിനർത്ഥം അവൻ ഡേഞ്ചറസ് അല്ല എന്നല്ല കേട്ടോ. ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഒരു മെമ്പറിന് ഇവനായിട്ടൊരു ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അത് ഞങ്ങളുടെ ഫ്രണ്ട് തന്നെ ചോദിച്ചു വാങ്ങിയതായിരുന്നു. അവൻ കുറച്ച് ഓവർ ധൈര്യം കാണിച്ച് ആ പാസഞ്ചറിൻ്റെ മുഖത്തിന് തൊട്ടു മുന്നിൽ പോയി നിന്ന് അവൻ്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി കൈകളൊക്കെ വീശി വിരലൊക്കെ ഞൊടിച്ചു നോക്കി. അതിലൊന്നും അവൻ റിയാക്ട് ചെയ്യാതെ വന്നപ്പോൾ അവനൊരു വിഡ്ഢിത്തരം കാണിച്ചു. അവൻ്റെ തലയിലിരുന്ന ഹെഡ്ഫോൺസ് ബലമായി പിടിച്ചങ്ങ് വലിച്ചൂരി. നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ തൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മേലെയുള്ള ആ കടന്നുകയറ്റം ഹെഡ്ഫോൺസ് ഗായിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആ സെക്കൻഡിൽ അവൻ സീറ്റിൽ നിന്ന് ചാടി എഴുന്നേറ്റു. ഒരൊറ്റ ഇടി. ആ ഒരൊറ്റ പഞ്ചിൽ ഞങ്ങളുടെ ഫ്രണ്ട് താഴെ വീണു. ബോധം പോകുന്നതിന് തൊട്ട് മുമ്പ് അയാളുടെ തലയുടെ പുറകിൽ ഭയങ്കരമായ ഒരു കട്ടിയുള്ളൊരു പെയിൻ എടുത്തത് മാത്രമാണ് അവന് ഓർമ്മയുള്ളൂ. പിറ്റേന്ന് രാവിലെ സ്വന്തം ബെഡിൽ മൂക്കും തകർന്ന് തലയുടെ പുറകിൽ നല്ലൊരു മുറിവായിട്ടാണ് അവൻ ഉണർന്നത്. ഒപ്പം അവൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു കുറിപ്പും കിട്ടി. ഒരു പഴയ ബസ് ടിക്കറ്റിൻ്റെ പുറകിൽ ഉണങ്ങിയ ചോര പോലെയുള്ള എന്തോ ഒന്ന് വെച്ച് ഭയങ്കര ക്രൂരായി എഴുതിയതായിരുന്നു അത്. അതിലിങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു, ഇനി ഇത് ആവർത്തിച്ചാൽ നിന്റെ തല ഞാൻ വെട്ടിയെടുക്കും. അതിനുശേഷം ഞങ്ങളുടെ ആ ഫ്രണ്ട് പിന്നെ ഒരിക്കലും നൈറ്റ് ബസ് കയറിയിട്ടില്ല. ആ ഹെഡ്ഫോൺസ് ഗായുടെ ലക്ഷ്യം എന്താണെന്ന് എനിക്കറിയില്ല. എങ്കിലും അവനെ അവൻ്റെ വഴിക്ക് വിട്ടേക്കുന്നതാണ് എൻ്റെ അഡ്വൈസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഭയങ്കരമായ ആൾട്ടർനേറ്റീവ് റിയാലിറ്റിയിലേക്കാണ് ഈ ബസ് നമ്മളെ കൊണ്ടുപോകുന്നതെന്നും അവിടെ നമ്മളെ കൊടുക്കാൻ നോക്കുന്ന വിചിത്ര ജീവികളാണുള്ളതെന്ന് അറിഞ്ഞിട്ടും എന്തിനാണ് ഒരാൾ ഈ നൈറ്റ് ബസ്സിൽ കയറാൻ ആഗ്രഹിക്കുന്നത് എന്ന് നീ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? അതിനുള്ള സിമ്പിൾ ഉത്തരം, എന്നെപ്പോലുള്ള കുറച്ച് ഭ്രാന്തന്മാരായ അർബൻ അഡ്വഞ്ചറേഴ്സ് അമച്വർ പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് അല്ലാതെ വിവരമുള്ള ഒരു സാധാരണ മനുഷ്യനും ഇതിൽ കയറില്ല എന്നതാണ്. ഈ ഫാൻറ്റം കോച്ചിൽ കയറിയ ഭൂരിഭാഗം ആളുകളും തികച്ചും അബദ്ധത്തിൽ കയറിപ്പോയവരാ. ഭയങ്കര വൈകി പോകുന്നത് വരെ അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. അങ്ങനെ ഒരു തവണ ഇതിൽ പെട്ടുപോയ ആരും തന്നെ പിന്നീട് ഒരിക്കലും ഇതിൽ കയറാൻ ആഗ്രഹിക്കാറുമില്ല. പക്ഷെ ഞങ്ങളിൽ ചിലർ 2ാമതോ 3ാമതോ അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ 4ാമതോ തവണയൊക്കെ ഈ ഫാൻറ്റം ബസ് തിരഞ്ഞു പിടിച്ച് കയറുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാരണങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ മറ്റെല്ലാ കാര്യങ്ങളെക്കാളും ഉപരി ഞങ്ങൾക്ക് ഇതിലേക്ക് വരാൻ ഒരൊറ്റ മെയിൻ കാരണമേ ഉള്ളൂ, ദ ഹാർബിഞ്ചറെ കാണണം. എന്നിട്ട് അവനോട് ഞങ്ങൾക്ക് ചോദിക്കാൻ അനുവാദമുള്ള ഒരൊറ്റ ചോദ്യം ചോദിക്കണം. ഞാൻ എൻ്റെ ആദ്യത്തെ ആ ബസ് യാത്രയെക്കുറിച്ച് ഓർത്ത് എൻ്റെ ബാക്കി ജീവിതകാലം മുഴുവൻ റിഗ്രറ്റ് ചെയ്യും. അന്ന് ഞാൻ നല്ല മദ്യലഹരിയിലായിരുന്നെങ്കിൽ കൂടി ആ പ്രേതങ്ങൾ കാണിച്ച പലതര ട്രിക്കുകളെയൊക്കെ നേരിടാനുള്ള ബുദ്ധി എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവനെ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. നീ ആദ്യം ബസ്സിൽ കയറുമ്പോൾ അതിലില്ലാത്ത ഒരു പാസഞ്ചർ ഈ ഹാർബിഞ്ചർ മാത്രമാണ്. അവൻ വരുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. അതായത് നീ ആ പ്രേതങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് കഴിഞ്ഞ് ഇനി വലിയ കുഴപ്പമൊന്നും ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആ സമയത്ത് നീ ആദ്യം ശ്രദ്ധിക്കുന്ന കാര്യം റോഡിൻ്റെ ഇടതുവശത്തുള്ള ആ ഇരുണ്ട കുന്നിൻ്റെ മുകളിൽ ജ്വലിച്ച് നിൽക്കുന്ന ഒരു കുരിശാണ്. ആ ഭയങ്കരമായ അടയാളം ആദ്യമായി കണ്ടതും ഇനി എന്തോ വരാൻ പോകുന്നു എന്നോർത്ത് എനിക്കുണ്ടായ ആ വലിയ പേടിയും ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ആ കുരിശ് കണ്ട് തൊട്ടടുത്ത നിമിഷം തന്നെ ബസ്സിൻ്റെ സ്പീഡ് കുറയുന്നത് കണ്ട് ഞാൻ ഷോക്കായി. വണ്ടി റോഡിൻ്റെ സൈഡിലേക്ക് ഒതുക്കി ഒരു ലേബായിൽ വന്ന് നിർത്തി. അടുത്തതായി ആ ഡ്രൈവർ വണ്ടിയുടെ ഫ്രണ്ടിലെ ആ വാതിലങ്ങ് തുറന്നു. പുറത്ത് എന്താണുള്ളതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ആ ഇരുണ്ട കാടുകളിലും മലനിരകളിലും ഒളിച്ചിരിക്കുന്ന വിചിത്ര ജീവികളെയും ഡീമൻസിനെയും ഒക്കെ ഓർത്ത് എനിക്ക് പേടിച്ച് ബോധം പോകുന്ന അവസ്ഥയായിരുന്നു. വരുന്ന ആ ഒരു വലിയ വിപത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ബസ്സിലെ മറ്റ് പാസഞ്ചേഴ്സിനെ നോക്കി. പക്ഷേ ആ കൗശലക്കാരായ പ്രേതങ്ങളൊക്കെ തലയും താഴ്ത്തി ഒരേ ഇരിപ്പായിരുന്നു. അവരെല്ലാം ഭയങ്കരമായ ഒരു നിശബ്ദത പാലിച്ചു. ഞാൻ ആകെ ഒറ്റയ്ക്കായെന്ന് മനസ്സിലായതോടെ ഞാൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. എൻ്റെ ചോര കട്ട പിടിപ്പിച്ച് കളയുന്ന ഒരു കാഴ്ചയാണ് ഞാൻ അവിടെ കണ്ടത്.
റോഡരികില് ചെടികളൊക്കെ പടർന്നു പിടിച്ച് ആ മങ്ങിയ വെളിച്ചത്തില് കഷ്ടിച്ച് മാത്രം കാണാൻ പറ്റുന്ന ഒരു പഴയ ബസ് ഷെൽട്ടർ ഉണ്ടായിരുന്നു. ആ ഉപേക്ഷിക്കപ്പെട്ട ഷെൽട്ടറിനുള്ളില് നല്ല പൊക്കമുള്ള തലയിലൊരു ഹുഡൊക്കെ വെച്ച ഒരു രൂപം നിൽക്കുന്നുണ്ടായിരുന്നു. കറുത്ത റോബ് കൊണ്ട് മറച്ച ഭയങ്കര ദുരൂഹതയുള്ള ഒരു ക്യാരക്ടർ. ആ മിസ്റ്റീരിയസ് ആയ മനുഷ്യൻ ഒരു അനക്കമില്ലാതെ അവിടെ നിശബ്ദനായി നിന്നു. എങ്കിലും വൈകാതെ തന്നെ അവൻ്റെ കൂടെയുള്ള ആ മൃഗത്തെ ഞാൻ ശ്രദ്ധിച്ചു. ഒരു വലിയ കറുത്ത പട്ടി. അതിൻ്റെ വായ നിറയെ നല്ല ബ്ലേഡ് പോലെയുള്ള മൂർച്ചയുള്ള പല്ലുകളായിരുന്നു. അത് ഭയങ്കര അഗ്രസീവായിട്ട് എന്നെ നോക്കി ഗർജിക്കുന്നുണ്ടായിരുന്നു. എന്നെയും അതിനെയും വേർതിരിച്ചിരുന്നത് ബസ്സിൻ്റെ ആ ഒരു ചെറിയ ഗ്ലാസ് മാത്രമായിരുന്നു. ആ വേട്ടപ്പട്ടി അങ്ങാനും ചങ്ങല പൊട്ടിച്ച് ബസ്സിലേക്ക് ഓടിക്കയറി അതിൻ്റെ ആ മൂർച്ചയുള്ള പല്ലുകൾ എൻ്റെ ശരീരത്തിൽ ആഴ്ത്തിറക്കുന്നത് ഞാൻ വെറുതെ ഇമാജിൻ ചെയ്ത് നോക്കി. ഭാഗ്യത്തിന് അതിൻ്റെ യജമാനൻ അതിനെ കൺട്രോൾ ചെയ്ത് നിർത്തിയേക്കായിരുന്നു. എങ്കിലും എൻ്റെ അപകടം ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് എനിക്ക് മനസ്സിലായ ആ ഒരു കാര്യം, ഈ ഹാർബിഞ്ചർ എന്ന് വിളിക്കുന്ന രൂപം ആ സമയത്ത് 2 കാര്യങ്ങളിൽ ഒന്നായിരിക്കും ചെയ്യുക. ഒന്നില്ലെങ്കിൽ അവൻ ആ നിന്ന നിൽപ്പിൽ തന്നെ നിൽക്കും. ഒടുവിൽ ഡ്രൈവർ ശരി, അപ്പോൾ നീ ഇന്ന് രാത്രി ഇല്ലല്ലേ എന്ന് പറഞ്ഞ് വാതിലടച്ച് വണ്ടി മുന്നോട്ടെടുക്കും. എൻ്റെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെയും ഒക്കെ എക്സ്പീരിയൻസ് വെച്ച് നോക്കിയാൽ ഭൂരിഭാഗം സമയത്തും ഇതാണ് സംഭവിക്കാറുള്ളത്. 3-ൽ 2 തവണയും ഹാർബിഞ്ചർ ആ ഷെൽട്ടറിൽ നിന്ന് മുന്നോട്ട് വരില്ല. അതോടെ ആ പ്രശ്നം അവിടെ തീരും. പക്ഷെ ചില സമയങ്ങളിൽ അവൻ മുന്നോട്ട് വരും. അവൻ്റെ ആ വലിയ ബൂട്ട്സ് വെച്ച് ചെളിയിലൂടെ നടന്ന് ആ ഹെൽ ഹൗണ്ടിനെ ബെൽറ്റിൽ വലിച്ചു പിടിച്ച് അവൻ ബസ്സിലേക്ക് കയറും. അവൻ കയറുമ്പോൾ ഡ്രൈവർ പറയും, ഗുഡ് ഈവനിങ് സർ. ഹാർബിഞ്ചർ അതിനൊന്നും മറുപടി പറയില്ല. അവൻ നേരെ ബസ്സിൻ്റെ ഉള്ളിലേക്ക് നടക്കും. അവൻ്റെ ആ വിശ്വസ്തനായ പട്ടിയും പുറകെ കാണും. ബസ്സിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു സീറ്റിൽ അവൻ വന്നിരിക്കും. എന്നിട്ട് അവൻ്റെ ആ ഹുഡ് പുറകിലേക്ക് മാറ്റും. ആ പേടിപ്പെടുത്തുന്ന നിമിഷത്തിൽ ഞാൻ കണ്ട കാഴ്ച എന്താണെന്ന് എനിക്കിപ്പോഴും കംപ്ലീറ്റ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അവൻ്റെ മുഖം ഇരിക്കേണ്ട സ്ഥാനത്ത് വെറും ഒരു ശൂന്യമായ ഇരുട്ട് മാത്രമായിരുന്നു ഉള്ളത്. അതിൽ കണ്ണിന് പകരം കത്തിയിരുന്ന 2 ഗോളങ്ങളുണ്ടായിരുന്നു. അവന് വായുള്ളതായി എനിക്ക് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അവന് സംസാരിക്കാൻ പറ്റേണ്ട കാര്യമില്ല. എന്നിട്ടും അവൻ സംസാരിച്ചു. ആ ബസ്സിൻ്റെ ശൂന്യമായ ഉൾഭാഗത്ത് പ്രതിധ്വനിക്കുന്ന തരത്തിലുള്ള ഒരു ദൈവത്തിൻ്റെ ഒക്കെ പോലെയുള്ള ഭയങ്കര ഗാംഭീര്യമുള്ള ശബ്ദത്തിലായിരുന്നു അവൻ എന്നെ വിളിച്ചത്. കം ടു മൈ മോർട്ടൽ ചൈൽഡ് എന്ന് അവൻ ഓർഡർ ഇട്ടു. എൻ്റെ കൂടെ വന്നിരിക്കെ നമുക്ക് സംസാരിക്കാം. നിനക്കറിയില്ല ആ നിമിഷം ഞാൻ എത്രമാത്രം പേടിച്ച് വിറച്ചെന്ന്. പേടികൊണ്ട് എനിക്ക് ബോധം കെട്ട് വീഴുമെന്ന് വരെ തോന്നി. പക്ഷെ എനിക്കിപ്പോഴും കൃത്യമായി പറയാൻ പറ്റാത്ത ഏതോ ഒരു കാരണം കൊണ്ട് ഞാൻ അവൻ്റെ ഓർഡർ അനുസരിച്ചു. എനിക്ക് അവനെ ഫിസിക്കലി ഒട്ടും എതിർക്കാൻ പറ്റാത്തതുപോലെയാണ് തോന്നിയത്. എൻ്റെ കാലുകളൊന്നും എൻ്റെ കൺട്രോളിലല്ലായിരുന്നു. ഞാൻ ആ ബസ്സിൻ്റെ വഴി കൂടെ നടക്കുമ്പോൾ അവിടുത്തെ മറ്റ് പാസഞ്ചേഴ്സിനെയൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. അവരിൽ ആരെങ്കിലും എന്നൊന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന പ്രതീക്ഷയിൽ. പക്ഷേ 4 പേരും തലയും താത്തി പിടിച്ച് എനിക്ക് മനസ്സിലാകാത്ത ഏതോ ഭാഷയിൽ ഒരേ സ്വരത്തിൽ എന്തോ പ്രാർത്ഥന പറയായിരുന്നു. ആ ഹാർബിഞ്ചറിന് ഈ ലോസ്റ്റ് സോൾസിൻ്റെ മേൽ വലിയ പവർ ഉണ്ടെന്നും അവരെല്ലാം അവൻ്റെ പെല്ലിൽ അടിമപ്പെട്ടിരിക്കുകയാണെന്നും എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഒരുപക്ഷെ പണ്ട് അവരും നമ്മളെപ്പോലെ ഈ ഫാൻറ്റം ബസ്സിൻ്റെയും ഹാർബിഞ്ചറിൻ്റെയും ആ ദൈവത്തെ പോലെയുള്ള പവറിൻ്റെയും ഇരകളായവരായിരിക്കാം. എന്തായാലും ആ ഫെയ്റ്റ്ഫുൾ മൊമെൻറ്റിൽ അവരെനിക്കൊരു സഹായവും തന്നില്ല. ഞാനിപ്പോൾ കംപ്ലീറ്റ്ലി ഹാർബിഞ്ചറിൻ്റെ ദയയിലാണെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഒരു കൺട്രോളും ഇല്ലാതെ ഞാൻ നേരെ പോയി ഹാർബിഞ്ചറിൻ്റെ തൊട്ട് പുറകിലുള്ള സീറ്റിലിരുന്നു. മനുഷ്യർക്ക് ഒരിക്കലും പറ്റാത്ത രീതിയിൽ വിചിത്രമായ ഒരു വശത്തേക്ക് അവൻ്റെ തല എൻ്റെ നേരെ തിരിഞ്ഞു. അവൻ്റെ ആ പട്ടി എൻ്റെ നേരെ നോക്കി ഭയങ്കര അഗ്രസീവായിട്ട് സ്നാൾ ചെയ്തുകൊണ്ടിരുന്നു. ഭാഗ്യത്തിന് എൻ്റെ കാലിൽ കടിക്കാൻ വന്നില്ല. ഹാർബിഞ്ചറിൻ്റെ അടുത്തുള്ള ആ സ്മെല്ല് എനിക്ക് കൃത്യമായി പറയാൻ പറ്റുന്നില്ല. എങ്കിലും മരണത്തിൻ്റെ ഒരു നാറ്റം എന്ന് വേണമെങ്കിൽ പറയാം. കണ്ണിന് പകരം അവനുണ്ടായിരുന്ന ആ കത്തിയെരിയുന്ന ഗോളങ്ങൾ എന്നെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് എൻ്റെ കണ്ണ് മാറ്റാൻ പറ്റിയില്ല. അവൻ്റെ ആ ദേഷ്യം നിറഞ്ഞ നോട്ടത്തിൻ്റെ കീഴിൽ എൻ്റെ ആത്മാവ് തന്നെ കത്തിയെരിയുന്നത് പോലെയും എനിക്ക് തീ പിടിക്കുന്നത് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ആ ഒരു കടും പേടിയിൽ ഈ മോൺസ്റ്റർ എന്നെ എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്ന് ഞാൻ വെറുതെ ആലോചിച്ച് നോക്കി. അവനെന്നെ വളരെ ഈസി ആയിട്ട് കൊല്ലാമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ച് അതൊന്നും ആയിരുന്നില്ല എൻ്റെ ഏറ്റവും വലിയ ഭയം. അതിനു പകരം ഞാൻ മറ്റുള്ളവരെ പോലെ ആയി പോകുമെന്നായിരുന്നു എൻ്റെ പേടി. അതായത് ശാപഗ്രസ്തമായ ഈ ബസ്സിൽ എന്നേക്കുമായി യാത്ര ചെയ്യേണ്ടി വരുന്ന പേരോ നാളോ ഇല്ലാത്ത മറ്റൊരു ലോസ്റ്റ് സോൾ. എന്തായാലും ആ നിമിഷം എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. പേടിച്ചേർച്ച് ഞാൻ സീറ്റിൽ അങ്ങനെ മരവിച്ചിരുന്നു. ഹാർബിഞ്ചർ ഇനി എന്ത് സംസാരിക്കുമെന്ന് നോക്കി ഞാൻ കാത്തിരുന്നു.
അവൻ കണ്ണുകളില്ലായിരുന്നിട്ടും അവൻ എന്നെ ഭയങ്കര പുച്ഛത്തോടെയാണ് നോക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. നമ്മൾ വഴിയിൽ കിടക്കുന്ന എന്തോ അഴുക്കിൽ ചവിട്ടിയാൽ നോക്കുന്ന ഒരു ലുക്ക്. അവൻ സംസാരിച്ച ആ ഗാംഭീര്യമുള്ള ശബ്ദം അവൻ പുറത്തേക്ക് ശബ്ദം ഉണ്ടാക്കി പറഞ്ഞതാണോ അതോ എൻ്റെ തലയ്ക്കുള്ളിൽ മാത്രം കേട്ടതാണോ എന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. എന്തായാലും അവൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി അതിൽ അലിഞ്ഞുപോയി. മറ്റൊരു വെറും സാധാരണ മനുഷ്യൻ കൂടി എൻ്റെ ഈ സാമ്രാജ്യത്തിലേക്ക് വഴി തെറ്റിയെത്തിയിരിക്കുന്നു. അവൻ തുടങ്ങി. അവൻ എന്നെക്കുറിച്ചാണ് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ഈ പാഴായ ദുർബലായ മനുഷ്യവർഗത്തിന് വേണ്ടി കളയാൻ എനിക്കൊട്ടും സമയമില്ല എന്ന് ഞാൻ സമ്മതിക്കാം. എങ്കിലും നിന്നെപ്പോലെ അപൂർവമായി ധൈര്യം കാണിക്കുന്ന ചില വ്യക്തികളുടെ ആ ഒരു കരളുറപ്പിന് എനിക്ക് ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ല. ഈ ഇരുണ്ട സ്ഥലത്തേക്ക് വരാൻ വലിയ തോതിൽ ധൈര്യമൊന്നും ആർക്കും ഉണ്ടാകാറില്ല. ഈ ഒരു കാരണം കൊണ്ട് ഞാൻ നിനക്ക് സുരക്ഷിതമായ യാത്ര അനുവദിക്കാം. ഒപ്പം നിന്റെ ഒരൊറ്റ ചോദ്യത്തിന് ഞാൻ മറുപടിയും തരാം. വേറൊരു മനുഷ്യനായ നിനക്ക് എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം. എൻ്റെ അനന്തമായ അറിവ് ഞാൻ നിനക്ക് പകർന്നു തരാം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എൻ്റെ മനസ്സിൽ ഞാൻ ഒരുപാട് തവണ റീപ്ലേ ചെയ്ത് നോക്കിയ ഒരു നിമിഷമാണിത്. എനിക്കന്ന് ആ ഹാർബിഞ്ചറോട് ലോകത്തിലെ എന്ത് കാര്യം വേണമെങ്കിലും ചോദിക്കായിരുന്നു. ലോട്ടറി അടിക്കുന്ന നമ്പറുകൾ, ആരാണ് JFKയെ കൊന്നത്, അല്ലെങ്കിൽ ഈ ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്, അങ്ങനെ എന്തും. അവൻ സകലതും കാണുന്നവനും അറിയുന്നവനാണ്. അതുകൊണ്ട് തന്നെ സാധ്യതകൾക്ക് ഒരതിരുമില്ലായിരുന്നു. ഞങ്ങളുടെ ഫോറത്തിലെ ഒരു പയ്യൻ ഹാർബിഞ്ചറോട് താൻ എങ്ങനെയാണ് മരിക്കുക എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞത്, നിന്റെ മോശം ശീലങ്ങൾ കാരണം 6 മാസത്തിനുള്ളിൽ നീ മരിക്കുമെന്ന്. ആ പയ്യൻ ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു. പക്ഷേ ആ പയ്യൻ ഹാർബിഞ്ചറിൻ്റെ ആ വാണിംഗ് കേട്ട് ചിരിച്ചു തള്ളുകയും ലഹരി ഉപയോഗിക്കുന്നത് തുടരുകയും ചെയ്തു. കൃത്യം 6 മാസം കഴിഞ്ഞപ്പോൾ ഓവർഡോസ് കാരണം അവൻ മരിച്ചുപോയി. പിന്നെ ഒരു യങ് ആയ പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ ഹാർബിഞ്ചറിനെ കാണുന്ന സമയത്ത് ഭയങ്കര അബ്യൂസീവായ, അവളെ കൺട്രോൾ ചെയ്യാൻ നോക്കുന്ന ഒരു റിലേഷൻഷിപ്പിൽ പെട്ടുകിടക്കായിരുന്നു. ആ തന്തയില്ലാത്ത ബോയ് ഫ്രണ്ടിൻ്റെ കൂടെ തന്നെ തുടർന്ന എന്ത് സംഭവിക്കുക എന്നാണ് അവൾ ചോദിച്ചത്. അപ്പോൾ അവളോട് പറഞ്ഞത് ആ റിലേഷൻഷിപ്പ് ഇപ്പോൾ തന്നെ ബ്രേക്കപ്പ് ചെയ്തില്ലെങ്കിൽ അവളുടെ ജീവൻ അവസാനിക്കുമെന്ന. അവനെ വിട്ടുപോകാൻ ആൾക്ക് കിട്ടിയ ഏറ്റവും വലിയ മോട്ടിവേഷൻ ആ വാക്കുകളായിരുന്നു. ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ ആ ആസോൾ മറ്റൊരു പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റ് ആവുകയും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. പക്ഷെ തീർച്ചയായും അക്കാലത്ത് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഹാർബിഞ്ചർ എന്നെ ഭയങ്കര അറപ്പോടെ നോക്കുമ്പോൾ ഞാൻ ആകെ പേടിച്ച് വിറച്ച് സീറ്റിൽ അങ്ങനെ ഇരിക്കുമായിരുന്നു. ആ ഒരു ചോര പറ്റുന്ന നിമിഷത്തിൽ എൻ്റെ വിറയ്ക്കുന്ന ചുണ്ടുകളിൽ നിന്ന് പാറി വീണ ഒരൊറ്റ ചോദ്യമേ എൻ്റെ മനസ്സിൽ വന്നുള്ളൂ. നീ നീ ആക്ച്വലി എന്താ? അവൻ മറുപടി പറയുന്നതിന് തൊട്ട് മുമ്പ് ഭയങ്കര പുച്ഛത്തോടെ ഒന്ന് സ്കോഫ് ചെയ്തു. യു പോർ കിഡ്. അവൻ ഭയങ്കര ഉച്ചത്തിൽ പറഞ്ഞു. കഷ്ടം. ഞാൻ എന്താണെന്നോ ഞാൻ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നതെന്നോ പൂർണ്ണമായി മനസ്സിലാക്കാനുള്ള ശേഷി നിങ്ങൾ മനുഷ്യർക്ക് ഒരിക്കലും ഉണ്ടാവില്ല. എങ്കിലും നിന്നോട് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് ഏറ്റവും സിമ്പിളായ വാക്കുകളിൽ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ തന്നെയാണ് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. ഞാൻ നിൽക്കുന്ന ഈ സ്ഥാനത്ത് നിന്ന് ഞാൻ എല്ലാം കാണുന്നുണ്ട്. എങ്കിലും മനുഷ്യരുടെ ഈ ലോകത്തെ കാര്യങ്ങളിൽ ഇടപെടില്ല എന്ന് ഞാൻ സത്യം ചെയ്തിട്ടുള്ളതാണ്. അവനൊരു നിമിഷം നിർത്തി. എന്നിട്ട് അവൻ്റെ ആ കത്തിയെരിയുന്ന ഗോളങ്ങൾ ജനലിന് പുറത്തുള്ള ആ ഇരുണ്ട കാഴ്ചകളിലേക്ക് തിരിച്ചു. നിന്റെ കൺമുന്നിൽ കാണുന്ന ഈ ലോകം എൻ്റെ സാമ്രാജ്യമാണ്, എൻ്റെ സ്വന്തം സ്ഥലം. പോകാൻ ഒരു ഇടമില്ലാത്ത പാവങ്ങൾക്ക് ഞാൻ ഇവിടെ അഭയം കൊടുക്കും. മനുഷ്യരുടെ ലോകത്തിനും ശാശ്വതമായ ലോകത്തിനും ഇടയിൽ കുടുങ്ങിപ്പോയ ആ ലോസ്റ്റ് സോൾസിന് ഞാൻ ഇതൊരു വീടാക്കി മാറ്റുന്നു. ഒരു പക്ഷെ നീയും എന്തെങ്കിലും ഇവിടെ വന്നേക്കാം. എൻ്റെ ഇരുണ്ട സാമ്രാജ്യത്തിലെ ഒരു പെർമനൻറ്റ് റെസിഡൻ്റായി മാറിയേക്കാം, അല്ലെങ്കിൽ മാറാതിരിക്കാം. നിനക്കാണെങ്കിൽ നിന്റെ അൾട്ടിമേറ്റ് വിധിയെക്കുറിച്ച് ചോദിക്കാമായിരുന്നു. പക്ഷെ നീ അത് ചോദിച്ചില്ല. എങ്കിലും നിനക്ക് അനുവദിച്ച ആ ഒരൊറ്റ ചോദ്യത്തിന് ഞാൻ മറുപടി തന്നു കഴിഞ്ഞു. എൻ്റെ ആ ഒരു കടമ ഞാൻ നിറവേറ്റി. ഇനിയിപ്പം മൈ ബോയ്, ഞാൻ നിന്നോട് യാത്ര പറയാണ്. അത്രയും പറഞ്ഞിട്ട് അവൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റു. അവൻ്റെ ആ വേട്ടപ്പട്ടിയെയും വിളിച്ച് പുറത്തേക്ക് പോകാനായി അയലിൽ കൂടെ മുന്നോട്ട് നടന്നു. ഞാൻ ആകെ അന്തം വിട്ടുപോയി. ഒരു തരം ഷോക്കിലായിരുന്നു. എനിക്കിനി ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഒന്നും ചിന്തിക്കാതെ ഞാൻ പെട്ടെന്ന് വാ തുറന്നു. വെയിറ്റ്. ഞാൻ അവനെ പുറകിൽ നിന്ന് വിളിച്ചു. ആ വാക്ക് പുറത്തു വന്ന ആ സെക്കൻഡ് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് അടിക്കാൻ തുടങ്ങി. ഹാർബിഞ്ചർ പെട്ടെന്ന് തിരിഞ്ഞു വന്നു. അവൻ്റെ ഗോളങ്ങൾ പോലുള്ള കണ്ണുകളുകൊണ്ട് എന്നെ തുറിച്ചു നോക്കി. അവൻ്റെ പട്ടിയാണെങ്കിൽ എന്നെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ആ ബെൽറ്റിൽ വലിഞ്ഞു മുറുകി അവൻ്റെ കൂർത്ത പല്ലുകളൊക്കെ കാണിച്ച് ഗർജിക്കുന്നുണ്ടായിരുന്നു. ഇത്തവണ ഹാർബിഞ്ചറിൻ്റെ ടോണ് ഭയങ്കര ആംഗ്രിയും ത്രെട്ടനിങ്ങും ആയിരുന്നു. ആൾ എന്നോട് പറഞ്ഞു, എൻ്റെ ഈ വാർണിംഗ് നീ ഓർത്തു വെച്ചോ, യു ഡാം ഫൂൾ.
ഇതുവരെ എൻ്റെ സാമ്രാജ്യത്തില് നിന്റെ സാന്നിധ്യം ഞാൻ സഹിച്ചു. പക്ഷെ എന്റെ ക്ഷമ പരീക്ഷിക്കാൻ നിന്ന നീ പേടിക്കുന്നതിലപ്പുറമുള്ള വേദന എനിക്ക് നിനക്ക് തരാൻ പറ്റും. ഇനി നീ എൻ്റെ റൂളുകൾ തെറ്റിച്ച അത് ചെയ്യാൻ ഞാൻ ഒരിക്കലും മടിക്കില്ല. അത് കേട്ട് പേടിച്ച എന്റെ മുഖത്തെ ചോരയെല്ലാം വറ്റിപ്പോയി. പിന്നെന്താ സംഭവിച്ചതെന്ന് പറയണ്ടല്ലോ. ഞാൻ പിന്നെ ഒരു അക്ഷരം മിണ്ടിയില്ല. ഹാർബിഞ്ചർ പിന്നെ അതിന്റെ ഹെൽ ഹൗണ്ടിനെയും വലിച്ച് ബസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ഞാൻ പേടിയോടെ അത്ഭുതത്തോടെ നോക്കിയിരുന്നു. ഈ ഒരു വലിയ പരീക്ഷണം ഏതാണ്ട് അവസാനിക്കാറായി എന്ന് ഞാൻ സമാധാനിച്ചപ്പോഴാണ് ആ ഒരു വലിയ ട്വിസ്റ്റ് നടന്നത്. ഹാർബിഞ്ചർ പുറത്തേക്ക് കാലെടുത്ത് വെച്ചതും ആ ബസ്സിലുണ്ടായിരുന്ന എല്ലാ പാസഞ്ചേഴ്സും ഒരേ സമയം എഴുന്നേറ്റു. എന്നിട്ട് അവരെല്ലാവരും എൻ്റെ നേരെ തിരിഞ്ഞു. എന്നെ കംപ്ലീറ്റ്ലി പേടിപ്പിച്ചുകൊണ്ട് അവരുടെ കണ്ണുകളൊക്കെ ജെറ്റ് ബ്ലാക്ക് കളറാവുന്നത് ഞാൻ നോക്കിയിരുന്നു. അവരുടെ വായൊക്കെ ഭയങ്കര വലിപ്പത്തിൽ തുറന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ വായയുടെ അകത്ത് മൊത്തം ഇരുട്ട്. അവരുടെ മുഖം കണ്ട അവർ ഭയങ്കരമായിട്ട് സ്ക്രീം ചെയ്യാൻ ശ്രമിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ വായിൽ നിന്ന് ഒരു ചെറിയ ശബ്ദം പോലും പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. തൊട്ടടുത്ത നിമിഷം ആ റോഡിന്റെ രണ്ട് സൈഡിലുള്ള കാട്ടിൽ നിന്ന് ആ ജീവികളെ ഞാൻ കണ്ടു. മരങ്ങൾക്കിടയിലൂടെ 100 കണക്കിന് ചോര ചുവപ്പുള്ള കണ്ണുകളും വെച്ചിട്ട് ചെന്നായ പോലെ ഓരിയിടുന്ന വിചിത്ര ജീവികൾ. അതിൻ്റെയൊക്കെ ഒറ്റ നോട്ടം ആ ബസ്സിനകത്തേക്കായിരുന്നു. ഹാർബിഞ്ചറിന്റെ മനസ്സ് മാറി അവന്റെ നരകത്തിലെ സൈന്യത്തിന് വിട്ട് എന്നെ കടിച്ച് കീറി കഷ്ണം കഷ്ണമാക്കാൻ പോവാണെന്ന് വിചാരിച്ച് ഞാൻ പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. ആ ഓരിയിടലിന്റെ ശബ്ദം വല്ലാണ്ട് കൂടി കൂടി വന്നു. എൻ്റെ ചെവി അടഞ്ഞു പോകുന്നത് പോലെ തോന്നി. പിന്നെ എന്താ സംഭവിച്ചെന്ന് എൻ്റെ മെമ്മറിയിൽ ക്ലിയർ അല്ല. ആ ഭയങ്കരമായ ബഹളവും എൻ്റെ തലയ്ക്കുള്ളിലെ പ്രഷറും കാരണം എൻ്റെ തലയോട്ട് ഇപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് എനിക്ക് തോന്നി. പെട്ടെന്ന് കണ്ണടഞ്ഞു പോകുന്ന തരത്തിലുള്ള ഒരു വലിയ വെളിച്ചം വന്നു. ഒരു നിമിഷത്തിന് ശേഷം ഞാൻ കണ്ണ് തുറന്നു നോക്കിയപ്പോൾ ആ ബസ്സിലെ പാസഞ്ചേഴ്സോ പേടിപ്പെടുത്തുന്ന ആൾക്കാരോ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ആ വിജനമായ റോഡിലൂടെ പോകുന്ന ബസ്സിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഞാനും ആ ഡ്രൈവറും മാത്രം. ആ ഇരുണ്ട സ്ഥലം വിട്ട് എനിക്ക് പരിചയമുള്ള സ്ഥലത്തേക്ക് കിടക്കാൻ അധികം സമയമൊന്നും എടുത്തില്ല. ഫൈനലി വണ്ടി എൻ്റെ സ്വന്തം വീടിന്റെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തി. പക്ഷെ അപ്പോഴും ഇത് ഇവരുടെ വല്ല ട്രിക്ക് ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയില്ല. അപ്പോൾ ആ ഡ്രൈവർ എന്നോട് നിന്റെ വീടെത്തി ഇവിടെ ഇറങ്ങിക്കോ, എനിക്ക് കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പേടിച്ച് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ബസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ജീവനുള്ള ആൾക്കാരുടെ ലോകത്തെത്തിയപ്പോൾ ഒരു തണുത്ത കാറ്റ് എന്നെ മേത്തേക്ക് അടിച്ചു. വണ്ടി എടുത്ത് പോകുന്നതിന് മുന്നേ ആ ഡ്രൈവർ എന്നോട് ഗുഡ് നൈറ്റ് പറഞ്ഞു. നമ്മൾ വീണ്ടും മീറ്റ് ചെയ്യുമെന്നും പറഞ്ഞു. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ഞാൻ എന്തിനാണ് പിന്നെയും ഈ ബസ് കയറാൻ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. സത്യം പറഞ്ഞ ഒരുപാട് നാളത്തേക്ക് ഞാൻ അത് നിർത്തി വെച്ചതായിരുന്നു. പക്ഷേ പിന്നെയും എന്നെ ക്യൂരിയോസിറ്റി കീഴടക്കി. ഈ ലൈഫിൽ അൺസർട്ടനിറ്റി എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എനിക്ക് എന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന് അറിയണം. അതിന് എനിക്ക് ഹാർബിഞ്ചറെ കാണണം. എനിക്ക് രണ്ടാമത് കിട്ടാൻ പോകുന്ന അവസരം ഞാൻ ഒരിക്കലും പാഴാക്കില്ല. പിന്നെയും ഞാൻ 2 തവണ ബസ്സിൽ കയറി. അവിടുത്തെ ലോസ്റ്റ് സോൾസിന്റെ കെണിയിലൊന്നും ഞാൻ പോയി വീണില്ല. പിന്നെ ഹാർബിഞ്ചറിന്റെ സ്റ്റോപ്പ് എത്തിയപ്പോൾ അവൻ കയറാൻ വേണ്ടി ഞാൻ കുറേ ആഗ്രഹിച്ചു. പക്ഷെ ആ 2 തവണയും ഹാർബിഞ്ചർ ബസ്സിൽ കയറിയില്ല. അപ്പോഴൊക്കെ ഞാൻ ഭയങ്കര ഡിസാർട്ടേൺഡായി. പക്ഷെ ഗീവ് അപ്പ് ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നില്ല. ഹാർബിഞ്ചർ എൻ്റെ ചോദ്യത്തിന് മറുപടി തരുന്നത് വരെ ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കും. ഇതിലുള്ള റിസ്ക് എനിക്ക് കൃത്യമായിട്ട് അറിയാം. ചിലപ്പോൾ ഏതെങ്കിലും രാത്രി ഞാൻ ഈ ഫാൻഡം ബസ്സിൽ കുടുങ്ങി പോയേക്കാം. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ആ ബസ്സിൽ നിന്ന് തിരിച്ച് ജീവനോടെ വീട്ടിലേക്ക് എത്തില്ലായിരിക്കാം. പക്ഷെ എനിക്കിത് ചെയ്തേ പറ്റൂ. എന്ത് വില കൊടുത്തും ആ സത്യം എന്താണെന്ന് എനിക്ക് അറിയണം. അപ്പോൾ ശരി, ആ ബസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു.